രക്തബന്ധുക്കളുടെ അവഗണന മൂലം വയോജനങ്ങൾ അനുഭവിക്കുന്ന ദുരവസ്ഥ, അവരനുഭവിക്കുന്ന മാനസിക വ്യഥ. രണ്ടാമത്തേത് സ്വാഭാവികമായും സർക്കാരുമായി ബന്ധപ്പെട്ടതാണ്. നമുക്ക് ആദ്യം ഇതിൻ്റെ ആദ്യ വശത്തിലേക്ക്, രക്തബന്ധുക്കൾ മൂലം അവരിൽ നിന്നുണ്ടാകുന്ന അവഗണന മൂലമുണ്ടാകുന്ന ആ ദുരിതത്തിലേക്ക്, ആ ഒരു മാനസിക വിഷമതയിലേക്ക് വരാം. തീർച്ചയായും ഏറ്റവും വലിയൊരു സാമൂഹ്യ വിപത്ത് തന്നെയാണ് ഇത്. കാരണം നിലവിലിപ്പോൾ സംസ്ഥാനത്തെ പോപ്പുലേഷന്റെ 20% വയോജനങ്ങളാണ്. ഒരു 5 വർഷം കഴിയുമ്പോൾ, അതായത് 2031 ആകുമ്പോൾ അത് 30% മാറുമെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. കാരണം കേരളത്തിൽ അത്രയേറെ തന്നെ ആയുർദൈർഘ്യമുള്ളത് കൊണ്ട് അതിവേഗത്തിലാണ് ഈ വയോജനങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നത്. ഇത്രയേറെ ഒരു 1% പോപ്പുലേഷൻ ഈ വയോജനങ്ങളാകുമ്പോൾ പോലും ഇവരെ കാര്യക്ഷമതയോടെ പരിപാലിക്കാൻ, സംരക്ഷിക്കാൻ നമുക്ക് കഴിയുന്നില്ല എന്ന് പറയുന്നിടത്താണ് ഈ സംവിധാനങ്ങളൊക്കെ തന്നെ പരാജയപ്പെടുന്നത്. ഈ സർവേകൾ കേരളത്തിൽ പ്രധാനപ്പെട്ട 3 ഏജൻസികളാണ് ഈ സർവേ നടത്തുന്നത്. 3 കമ്മീഷനുകൾ. ഒന്ന് വയോജന കമ്മീഷൻ, മറ്റൊന്ന് പ്ലാനിംഗ് ബോർഡ്, മറ്റൊന്ന് സാമൂഹ്യ സുരക്ഷാ വിഭാഗം. ഇവർ 3 നടത്തിയ പഠനങ്ങളിൽ വ്യക്തമാകുന്നത് ഈ എന്തുകൊണ്ട് ബന്ധുക്കൾക്ക് അല്ലെങ്കിൽ മക്കൾക്ക്, രക്തബന്ധത്തിലുള്ളവർക്ക് ഇവരെ സംരക്ഷിക്കാൻ കഴിയുന്നില്ല എന്നത് ഈ മാറി വരുന്ന ലോകക്രമം തന്നെയാണ്. എല്ലാവരും കരിയർ ഫോക്കസ്ഡ് ലൈഫ് ജീവിതം മുന്നോട്ട് വെക്കുന്നവരാണ് മക്കളൊക്കെ തന്നെയും. അതുകൊണ്ട് തന്നെ അവരുടെ കരിയറിൽ അവർക്ക് എത്രത്തോളം മുന്നോട്ട് പോകാനാകുന്നു, മാത്രമല്ല സമ്പാദിക്കാനുള്ളൊരു ശീലം, ഇതൊക്കെ വരുമ്പോൾ അവർ മറ്റു യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ തന്നെയും കുടിയേറി താമസിക്കുമ്പോൾ ഉറപ്പായും ഇവർക്ക് വയോജനങ്ങളെ നോക്കാൻ കഴിയുന്നില്ല. മാതാപിതാക്കൾ ഇവർക്കൊരു ഭാരമായി മാറുന്നു. അങ്ങനെ വരുമ്പോൾ ഇവർ ഉറപ്പായും ഇവരെ ഒറ്റപ്പെടൽ കേന്ദ്രങ്ങളിലേക്ക് ഇവർ മാറ്റേണ്ടി വരുന്നു. ഇപ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പൊക്കെ ഈ വയോജനങ്ങളെയൊക്കെ വൃദ്ധസദനങ്ങളിലേക്ക് മാറ്റുന്നത് ഒരു മോശപ്പെട്ട രീതിയായി നമ്മൾ കണ്ടിരുന്നുവെങ്കിൽ ഇപ്പോൾ ഈ മാറി വരുന്ന കാലഘട്ടത്തിൽ ഈ 5 നക്ഷത്ര സൗകര്യമുള്ള വൃദ്ധസദനങ്ങളിലേക്ക് മക്കൾ മാറ്റുന്നു. അവർക്കെല്ലാമായി എല്ലാ സൗകര്യം നൽകുന്നതോടുകൂടി തങ്ങളുടെ ഉത്തരവാദിത്വം കഴിഞ്ഞു എന്ന് കരുതുന്ന ജനറേഷൻ, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാകുന്ന ഒരു തലമുറയുടെ വലിയൊരു തള്ളിക്കയറ്റം തന്നെയാണ് ഇപ്പോൾ ഈ വയോജന കമ്മീഷനും ഒപ്പം തന്നെയും ഈ സാമൂഹ്യ സുരക്ഷാ വിഭാഗം കേരളത്തിൽ നടത്തിയ പഠനങ്ങൾ വ്യക്തമാകുന്നത്. ഇതിലെപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ 10% താഴെ മാത്രമാണ് വൃദ്ധസദനങ്ങളിലോ ഒറ്റയ്ക്കോ ജീവിക്കുന്നത്. ബാക്കി 90% ആളുകൾ, വയോജനങ്ങളും കുടുംബത്തോടൊപ്പം കഴിഞ്ഞ് ഈ അവഗണന നേരിടുകയാണ്. അപ്പോൾ ഇവരെ വേണ്ട രീതിയിൽ സംരക്ഷിക്കാനോ ഇവർക്ക് വേണ്ട ഒരു പിന്തുണ നൽകാനോ ബന്ധുജനങ്ങൾക്ക് കഴിയുന്നില്ല എന്ന് പറയുന്നതാണ് ഏറ്റവും ദയനീയമായൊരവസ്ഥ. പക്ഷേ ഈ മാതാപിതാക്കൾ പോലും അതിനോട് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ്. മാതാപിതാക്കൾ പലരും പറയുന്നത് അവർക്ക് ഈ അപകർഷതാബോധം, അതായത് ഒരു 75 വയസ്സ് കഴിയുമ്പോൾ, ഇവർ നടത്തിയ ഈ സർവേയിൽ നിന്ന് മനസ്സിലാക്കുന്നത് 75 വയസ്സ് കഴിയുമ്പോൾ ഇവരൊക്കെ തന്നെ റിട്ടയർഡായ, ഗസറ്റ് റാങ്കിലൊക്കെ റിട്ടയർഡായ ആൾക്കാരായിരിക്കും. ഇവർക്ക് വല്ലാത്തൊരു അപകർഷതാബോധം വരുമ്പോൾ ഇവർ തന്നെ ഒരു വല്ലാത്ത രീതിയിൽ ഈ മാനസികമായ പിരിമുറുക്കത്തിലും അതോടൊപ്പം തന്നെ മാനസിക അസ്വസ്ഥതയിലൊക്കെ തന്നെ ഇവർ മാറുന്നു. അങ്ങനെ വലിയ രീതിയിലൊരു മാനസിക സംഘർഷത്തിലേക്കും മാറുകയും അങ്ങനെയാണ് ഈ ഗാർഹിക പീഡനങ്ങൾ ഉൾപ്പെടെ തന്നെ വലിയ രീതിയിൽ റിപ്പോർട്ട് ചെയ്യുന്ന അത്തരം കേസുകൾ റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ ഇവിടെ പ്രധാനമായും ബന്ധുക്കളിൽ നിന്നുള്ള ഒരു മാനസിക പിന്തുണ അത് നൽകാൻ നമുക്ക് കഴിയുന്നില്ല എന്നാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു വിഷയം.